നമുക്ക് ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ബൈബിളിൽ നിന്ന് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വചനം വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വചനം. 1 Corinthians chapter 2 verse 30. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ട് യേശുക്രിസ്തു നമുക്ക് 3 കാര്യങ്ങളായി തീർന്നു എന്ന് ഇവിടെ സംസാരിക്കുന്നു. 1, ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി, ദൈവനീതിയായി യേശുക്രിസ്തു തീർന്നു. ഹി ഈസ് അവർ ജസ്റ്റിഫിക്കേഷൻ. യേശുവാണ് നമ്മെ നീതീകരിക്കുന്നവൻ. അവിടുന്ന് ദൈവത്തിന്റെ ജ്ഞാനമാണ്, നമുക്ക് നീതീകരണമാണ്. 2, അവൻ നമുക്ക് ശുദ്ധീകരണമാണ്. ഹി ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. 3, അവൻ നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. നമ്മുടെ ശരീരങ്ങളെ വീണ്ടെടുത്ത് മഹത്വീകരിക്കുന്നവനാണ് യേശു. ഇത് രക്ഷയുടെ 3 കാര്യങ്ങളായിട്ട് നാം 1-2 ആഴ്ചയായിട്ട് ചിന്തിച്ചു വരികയാണ്. ഇന്ന് അതിന്റെ തുടർച്ചയാണ് 3-ാം ഭാഗം. രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട് എന്ന് നാം പറഞ്ഞ് ചിന്തിക്കുകയുണ്ടായല്ലോ. എന്തൊക്കെയാണ്? ഭൂതകാലം, അത് നീതീകരണമാണ്, ആത്മരക്ഷയാണ്. അത് നമ്മുടെ അന്തരാത്മാവിന്റെ രക്ഷയാണ്. അവർ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ബീങ് സേവ്ഡ്. അതാണ് 1-ാമത്തെ പടി. അത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. 2-ാമത്തേത് ഇന്ന് നാം പറയാൻ പോകുന്ന കാര്യമാണ്. അത് സാങ്ക്ടിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം. നമ്മുടെ ആയുഷ്കാലം മുഴുവനും തുടർന്നുകൊണ്ടിരിക്കുന്ന, വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സാങ്ക്ടിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം. നമുക്ക് ഇന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് അത് കാണാം. 3-ാമത്തേത്, ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പായി തീർന്നു. നമ്മുടെ യഥാർത്ഥമായ വീണ്ടെടുപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ശരീരങ്ങളുടെ വീണ്ടെടുപ്പാണ്. ശരീരം ഇപ്പോൾ നശിച്ചു പോകുന്ന ദ്രവത്വമുള്ള ശരീരമാണ്. അത് ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മുടെ ശരീരങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകും. ഈ മർത്യമായ ശരീരം മാറി അത് മണ്ണിൽ ദ്രവിച്ചു പോകും. അമർത്യമായ, നശിക്കാത്ത ഒരു ആത്മീയമായ ഒരു ശരീരം നാം പ്രാപിക്കും. അതിനെയാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അത് ഇനിയും ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. ഈ 3 കാര്യങ്ങളുടെ ചേരുമ്പോഴാണ് നമ്മുടെ ആത്മാവിന്റെ പൂർണ്ണമായ രക്ഷ അഥവാ സാൽവേഷൻ നടക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. നാം ഫൗണ്ടേഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. എന്താണ് നമ്മുടെ ഫൗണ്ടേഷൻ? നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിന് ഒരു അടിത്തറയുണ്ട്. അതിന് മീതെ ഒരു സൂപ്പർ സ്ട്രക്ചർ, ഒരു കെട്ടിടം പണിതിരിക്കുന്നു. അടിസ്ഥാനം എന്ന് പറയുന്നത് നീതീകരണമാണ്, നമ്മുടെ അന്തരാത്മാവിന്റെ രക്ഷയാണ്. അത് കർത്താവിന്റെ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ നമുക്ക് ലഭിച്ചതാണ്. എങ്ങനെയാണ് നമുക്ക് രക്ഷയുണ്ടായത്? നമ്മുടെ ആത്മാവ് എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. മനുഷ്യന്റെ ഭാഗത്തു നിന്നും 2 ഘടകങ്ങളുണ്ട്, ദൈവത്തിന്റെ ഭാഗത്തു നിന്നും 2 ഘടകങ്ങളുണ്ട്. അങ്ങനെയാണ് രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്. രക്ഷയുടെ തുടക്കം, നീതീകരണം സംഭവിക്കുന്നത്. എന്താണ് മനുഷ്യന്റെ ഭാഗത്തുള്ള 2 കാര്യങ്ങൾ? 1, മാനസാന്തരം. 2, സേവിങ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, രക്ഷാകരമായി യേശുവിൽ വിശ്വസിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്നും ആത്മരക്ഷയുടെ ആ പടിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ദൈവം 2 കാര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്തു തരും. അതെന്തൊക്കെയാണ്? ദൈവം നമ്മുടെ പാപങ്ങളെ, മുൻകാല പാപങ്ങളെ ക്ഷമിച്ച് നല്ലൊരു മനസാക്ഷി നമുക്ക് നൽകുന്നു. മാത്രമല്ല, ദൈവം നമ്മെ നീതിമാന്മാർ എന്ന് വിളിക്കുന്നു. വി ആർ ജസ്റ്റിഫൈഡ്, യു ആർ ഓൾ റൈറ്റ് എന്ന് ദൈവം നമ്മോട് പറയുന്നു. നമ്മുടെ പഴയ കാല പാപങ്ങളെ ഒന്നും കണക്കിടാതെ യേശുക്രിസ്തുവിന്റെ നീതിയാകുന്ന വസ്ത്രം നമ്മെ ധരിപ്പിച്ച് ദൈവം നമ്മെ നീതിമാന്മാർ എന്ന് വിളിക്കുന്നു. അതാണ് രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം സംഭവിക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട, ദൈവം നീതിമാന്മാരെന്ന് വിളിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. എന്നാൽ ഈ നീതീകരണം എന്ന് പറയുന്നത് എല്ലാം ആയില്ല, കാര്യങ്ങളുടെ തുടക്കമാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ വിവാഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ, നമ്മുടെയൊക്കെ വിവാഹത്തിന് സാധാരണ കല്യാണമൊക്കെ എല്ലാം സോളംനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കുള്ള വെഡിങ് സർട്ടിഫിക്കറ്റ് സാധാരണ ആ സ്റ്റേജിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, കല്യാണം കഴിഞ്ഞു, വെഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടി, ശരി, ഇനി എല്ലാമായി, കുടുംബജീവിതം എല്ലാം പൂർണ്ണമായി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. വെഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇതിന് മുമ്പോട്ടുള്ള ഇനിയുമുള്ള ജീവിതം നന്നായിട്ട് അന്യോന്യം മനസ്സിലാക്കി, ക്ഷമിച്ചും സഹിച്ചും അന്യോന്യം അനുഗ്രഹിച്ചും സഹായിച്ചും ഒക്കെ ഒരു ലൈഫ് ടൈം മുഴുവനും ജീവിക്കാനുള്ള
ഒരു പ്രാരംഭ പത്രമാണ് ഈ വെഡിങ് സർട്ടിഫിക്കറ്റ്. ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതീകരണം എന്ന് പറയുമ്പോൾ എല്ലാം ആയില്ല, മുമ്പോട്ട് പോകാനുള്ള ഒരു തുടക്കം മാത്രമാണ്. ഇനി മറ്റൊരു ദൃഷ്ടാന്തം പറയാം. സ്കൂളിലെ കുട്ടികളൊക്കെ ഓട്ട മത്സരത്തിന് വന്നു എന്ന് വിചാരിക്കുക. ഓട്ട മത്സരത്തിൽ ജയിച്ചിട്ടുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ ആ ലൈനിൽ നിൽക്കുന്നു. അവിടുന്നാണ് ഓടാൻ തുടങ്ങേണ്ടത്. എല്ലാവരും ലൈനിൽ കാലും വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ വിസിലടിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും സ്പീഡായിട്ട് ഓടാൻ തുടങ്ങും. എന്നാൽ ഒരുത്തൻ പറയാ, ഞാൻ ലൈനിൽ വന്നു, എല്ലാം ശരിയായി, എനിക്കിവിടെ നിൽക്കാനേ മനസ്സുള്ളൂ എന്ന് പറഞ്ഞാൽ അവന് മുമ്പോട്ട് ഓടാൻ, ആ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല, അവന് സമ്മാനവും കിട്ടുകയില്ല. ഇതുപോലെയാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആദ്യത്തെ ലൈനിൽ വന്ന് നിൽക്കുന്നതാണ് ജസ്റ്റിഫിക്കേഷൻ. നീതീകരണം എന്ന് പറഞ്ഞാൽ അത് തുടക്കമാണ്. അവിടെ വന്ന് റെഡിയായിട്ട് നിന്നതുകൊണ്ടായില്ല. ഓടാൻ വിസിൽ കേൾക്കുമ്പോൾ സർവശക്തിയോടും കൂടെ നല്ല മനസ്സോടെ മുമ്പോട്ട് നോക്കി ഓടണം. ലൈൻ തെറ്റിക്കാതെ കറക്റ്റ് ലൈനിൽ തന്നെ ഓടണം. അങ്ങനെ ഓടിയാൽ നിങ്ങൾ സമ്മാനം നേടും. ഇത് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം വെഡിങ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ലൈനിൽ വന്ന് നിന്നതുകൊണ്ടോ കാര്യമായില്ല. നാം മുമ്പോട്ട് പോകണം. നമ്മുടെ ആയുഷ്കാലം മുഴുവനും മുമ്പോട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ശരി, എന്താണ് വിശുദ്ധീകരണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നാം ആദ്യം വായിച്ച കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചുവല്ലോ, ക്രിസ്തു നമുക്ക് നീതീകരണമായി തീർന്നു, അവിടുന്ന് നമ്മുടെ വിശുദ്ധീകരണമായി തീർന്നു. വിശുദ്ധീകരണം എന്ന വാക്ക് ഇംഗ്ലീഷിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാട്ട് ഈസ് സാങ്ക്ടിഫിക്കേഷൻ? വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാം വിശുദ്ധമാകുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ ഇപ്പോൾ ജീവിച്ചു വന്ന മാർഗത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. വി ആർ ബീയിങ് സെറ്റ് അപ്പാർട്ട്. ദൈവം നമ്മെ മാറ്റി നിർത്തുന്നു എന്നാണ് വിശുദ്ധീകരണം എന്ന വാക്കിന്റെ അർത്ഥം. സെറ്റ് അപ്പാർട്ട് ഫ്രം സിൻ, ഫ്രം സൈറ്റൻ, ഫ്രം വേൾഡ്ലിനെസ്, ഫ്രം സെൽഫ് ലൈഫ്. ഇങ്ങനെയുള്ള എല്ലാ പാപകരമായ കാര്യങ്ങളിൽ നിന്നും, പാപം, പിശാച്, പിന്നെ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ ലോകമയത്വം, ഇതിൽ നിന്നൊക്കെയും ദൈവം നമ്മെ മാറ്റി നിർത്തി ദൈവത്തിലേക്ക് നമ്മുടെ മുഖം തിരിച്ച് നിർത്തുന്നു. അതാണ് സാങ്ക്ടിഫിക്കേഷൻ. വി ആർ ബീയിങ് സെറ്റ് അപ്പാർട്ട് ഫ്രം ദ ഈവിൾ തിങ്സ് ഓഫ് ദ വേൾഡ് ടുവേർഡ്സ് ഗോഡ്. ദൈവമക്കളെ, വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിലേക്ക്, ആ ഛായയിലേക്ക് നാം വന്നു ചേരുക എന്നുള്ളതാണ്. We come to a Christ-like life. That is our goal. ഈ സാങ്ക്ടിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ഒരു വിശുദ്ധമായ ഒരു ജീവിതമാണ് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. 2 വചനങ്ങൾ നമുക്ക് അതിനാസ്പദമാക്കി വായിക്കാം. റോമർ 8-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ ആദ്യം വായിക്കാം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 28 and 29. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം സകല കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അത് നമ്മെ സംബന്ധിച്ച് സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന നല്ലതും ചീത്തയായതുമായ എല്ലാ കാര്യങ്ങളും ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. രോഗമാകാം, ആക്സിഡന്റ് ആകാം, അപമാനമാകാം, ക്ഷീണമാകാം, സാമ്പത്തിക നഷ്ടമാകാം, എന്താണെങ്കിലും ഇതിൽ കൂടെയൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഇനി എന്താണ് ആ നന്മയെന്ന് 29-ാം വചനത്തിൽ വായിച്ചു. നിങ്ങളുടെ ബൈബിളിൽ നോക്കിക്കേ. 29-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. തന്റെ പുത്രനായ യേശുക്രിസ്തു ആദ്യജാതനും നാം യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളുമാകത്തക്കവണ്ണം നമ്മെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, എന്താണ് വിശുദ്ധീകരണം? നമ്മുടെ ജീവിതത്തിൽ പാപകരമായ, ദോഷകരമായ കാര്യങ്ങളെ വിട്ട് യേശുക്രിസ്തുവിന്റെ ജീവിതം, ചിന്തകൾ, പ്രവൃത്തികൾ, ഇടപാടുകൾ, മനോഭാവങ്ങൾ, ഇവയിലേക്ക് നമ്മെ ഓരോരുത്തരെയും മാറ്റുന്നതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. We are being transformed to a Christ-like and holy life. വീണ്ടും വായിക്കാം. എബ്രായരുടെ പുസ്തകം 12-ാം അധ്യായം
1ഉം 2ഉം വാക്യങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 and 2 വായിക്കാം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഓക്കെ, ഇവിടെ യേശുവിന്റെ ജീവിതത്തെ നാം നോക്കുവാനായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ആ ജീവിതത്തിലേക്ക് ദൈവമക്കളായി നാം ഓരോരുത്തരും വന്നു ചേരണം. ഇവിടെ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളുടെയും പ്രസംഗത്തിന്റെയും ഒക്കെ ലക്ഷ്യം നമ്മെ കൂടുതലായിട്ട് വിശുദ്ധീകരണത്തിലേക്ക് കുറച്ചുകൂടെ സാങ്ക്ടിഫൈ ചെയ്ത് ദൈവത്തിനായി നമ്മെ വേർതിരിച്ച് നിർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. എൻ്റെ ജീവിതം യേശുവിൻ്റെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എവിടെ നിൽക്കുന്നു? ഞാൻ യേശുവിനെ പോലെയാണോ ചിന്തിക്കുന്നത്? എൻ്റെ മനോഭാവം ശരിയാണോ? നമുക്ക് ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ടിരിക്കാം. ഈ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ജീവിതം, അതാണ് സാങ്ക്ടിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം. അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഒന്ന്, വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പാപസംബന്ധമായ പാപത്തിന്റെ വിഷയങ്ങളിൽ ഒക്കെയും നാം അതിനോട് ഗുഡ് ബൈ പറയുക, പാപത്തെ മതിയാക്കുക എന്നുള്ളതാണ്. പാപകരമായ ജീവിതത്തിനോട് നോ പറയുക. അങ്ങനെയാണ് പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത്. പത്രോസിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്കത് കാണാം. 1 Peter chapter 4 verse 2 വായിക്കാം. ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചവൻ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇനിയും ശരീരത്തെ ശേഷിക്കുന്ന കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവഹിതം അനുസരിച്ച് ജീവിക്കേണ്ടതിന് തന്നെ. പാപം വിട്ടൊഴിയുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ, ശരീരത്തിൽ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല തർജ്ജിമ, ജഡത്തിൽ സ്വയജീവിതത്തിൽ തൻ്റെ ഈഗോയിൽ കഷ്ടം അനുഭവിച്ചവൻ, സ്വയത്തോട് നോ എന്ന് പറയുന്നവൻ, അവൻ്റെ ഉള്ളിൽ ഒരു കഷ്ടാനുഭവമുണ്ട്. ആ കഷ്ടാനുഭവത്തിന്റെ ഫലമായി പാപത്തോട് നോ പറയുവാൻ അവർക്ക് സാധിക്കും. പാപകരമായ സ്വഭാവങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ഓക്കെ, പാപത്തെ വിട്ട് ഒഴിഞ്ഞ് പരിശുദ്ധമായൊരു ജീവിതം നയിക്കുക എന്നുള്ളത് വിശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പല പരിശോധനകൾ, കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞാൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും. ടെംപ്റ്റേഷൻസ്. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ ഒരിക്കലും നമുക്ക് ഉണ്ടാകാറില്ല. ശരിയാണോ? ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനം എപ്പോഴും ദോഷകരമായ പാപത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലാണ് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ പ്രലോഭനങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് നാം പാപത്തിൽ വീണുപോയി എന്ന് വരുന്നില്ല. കള്ളം പറയാനുള്ള ഒരു പ്രലോഭനം ഉണ്ടായി എന്നിരിക്കട്ടെ, ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഒരു കാര്യം. പാപത്തിനുള്ള പ്രലോഭനം നിങ്ങളുടെ മുൻപിൽ വന്നു. എന്താ പ്രലോഭനം? അതിന്റെ ബെയ്റ്റ് എന്തോ, ഇര എന്താ? 10,000 രൂപ എനിക്ക് നേട്ടമുണ്ടാകും. അങ്ങനെയുള്ളൊരു ബെയ്റ്റ് മുമ്പിലിരിക്കുകയാണ്. പാപം ചെയ്യാനുള്ള പ്രലോഭനം അവിടെ വന്നു. ഒരു കൊച്ചു കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നേട്ടം ഉണ്ടാകും. കൊച്ചു കള്ളം പറയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ പാപം കടന്നു വരും. ടെംപ്റ്റേഷൻ ആൻഡ് സിൻ, പ്രലോഭനവും പാപവും, എല്ലാ പ്രലോഭനങ്ങളും പാപത്തിൽ കലാശിക്കുന്നില്ല. എന്നാൽ പ്രലോഭനങ്ങളിൽ നാം വിട്ടുകൊടുക്കുമ്പോൾ, അതിനനുവദിക്കുമ്പോൾ അത് പാപമായി മാറുന്നു. കള്ളം പറയാനുള്ള പ്രലോഭനം ഉണ്ടായി, കോപിച്ച് സംസാരിക്കാനുള്ള പ്രലോഭനം ഉണ്ടായി. അത് പാപത്തിൽ കലാശിക്കണമെന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സ് വെച്ച് എനിക്കത് വേണ്ട, യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ പ്രലോഭനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പാപം ചെയ്യാതെ യേശുവിനെ പോലെ പവിത്രമായി ജീവിക്കാൻ സാധിക്കും. അതാണ് വിശുദ്ധീകരണത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സാങ്ക്ടിഫിക്കേഷൻ. യു ആർ ഗ്രോയിങ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ. എന്നാൽ ഇങ്ങനെയുള്ള പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, ദൈവം നമുക്ക് ധാരാളം കൃപ നൽകുവാൻ മനസ്സുള്ളവനാണ്. പ്രലോഭനങ്ങൾ വരുമ്പോൾ നാം എല്ലാത്തിലും വീണുപോകേണ്ട ആവശ്യമില്ല. പാപത്തിന്റെ മേൽ ജയം ലഭിക്കുവാൻ ദൈവകൃപ മതിയായതാണ്. അത് അങ്ങനെ സംസാരിക്കുന്ന ഒരു വചനം നമുക്ക് വായിക്കാം. ഹെബ്രായരുടെ പുസ്തകം 4-ാം അധ്യായം 15ഉം 16ഉം വചനങ്ങൾ വായിക്കാം. ഹീബ്രൂസ് chapter 4 verses 15 and 16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ
സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലാം. ശ്രദ്ധിക്കുക, നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ കൃപാസനത്തോളം, കൃപയുടെ മേഴ്സി സീറ്റ് വരെയും നാം അടുത്ത് ചെല്ലണം. അടുത്ത് ചെന്നാൽ രണ്ട് കാര്യങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. ഒന്നാമത്, നമ്മുടെ മുൻകാല പാപങ്ങൾക്കുള്ള ശുദ്ധീകരണം ലഭിക്കും. രണ്ടാമത്, പാപത്തെ അതിജീവിക്കാനുള്ള കൃപ ലഭിക്കും. മേഴ്സി ആൻഡ് ഗ്രേസ്. കരുണ മുൻകാല പാപങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ളതാണെങ്കിൽ, കൃപ വർത്തമാനകാലത്തിൽ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ്. 15-ാം വാക്യത്തിൽ നാം വായിച്ചു, നമ്മുടെ കർത്താവായ യേശുവും പ്രലോഭനങ്ങൾക്ക് വിധേയനായിരുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് പ്രലോഭിക്കപ്പെട്ടു, എങ്കിലും അതിൽ താൻ പാപത്തിൽ വീണില്ല, ഒരു പാപവും ചെയ്തില്ല. ഹി വാസ് ടെംപ്റ്റഡ് ജസ്റ്റ് ലൈക്ക് വി ആർ, ബട്ട് ഹി ഡിഡ് നോട്ട് സിൻ. അവൻ പാപം ചെയ്തില്ല. പാപരഹിതനായി ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വിശുദ്ധ ജീവിതത്തിനുള്ള മാതൃക തന്നിരിക്കുകയാണ്. We have an example for a sanctified life that is set apart for God. ആകയാൽ തക്ക സമയത്തുള്ള കരുണയും കൃപയും ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ്, വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹോദരന്മാരെ, ഈ വിശുദ്ധ ജീവിതം എന്നുള്ളത് ഒരു ക്രമാനുഗതമായ, ഒരു ആയുഷ്കാലം മുഴുവനും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇറ്റ്സ് എ പ്രോസസ്. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്. ആയുഷ്കാലം മുഴുവനും നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത്. അതിന്റെ അർത്ഥം നാം പറഞ്ഞു കഴിഞ്ഞു. പാപത്തിൽ നിന്നും, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും, സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ദൈവം നമ്മെ തങ്കലേക്ക് തിരിച്ച് മാറ്റി നിർത്തുന്നു. ദൈവമാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഈ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം നമ്മുടെ ആയുഷ്കാലം മുഴുവനും തുടരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയട്ടെ. നമുക്ക് അത് സംബന്ധിച്ച ഒരു വചനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ കാണാം. 1 Thessalonians chapter 5 verses 23 and 24 വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ കുറ്റമറ്റതായി പൂർണ്ണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. മതി. ഇവിടെ നാം വായിച്ചുവല്ലോ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും സാങ്ക്ടിഫൈ ചെയ്യട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ആരാണ് വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ ഇനിഷ്യേറ്റീവ്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്? ആരാ? ദൈവമാണ്. സമാധാനത്തിന്റെ ദൈവമാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ദൈവം അതിലൊരു ആദ്യ പടി എടുക്കുന്നുണ്ട്. എങ്കിലും നമുക്കും ഒരു പടിയുണ്ട്. പിന്നെ പറയുന്നു, നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ നിന്ദിക്കപ്പെടാൻ കഴിയാത്ത അളവിൽ അനിന്യമായി വെളിപ്പെടുവാനായിട്ട് കാക്കപ്പെടുമാറാകട്ടെ. അവിടെ സൂചന, എനിക്കും നിങ്ങൾക്കും ഇതിലൊരു പങ്കാളിത്തം ഉണ്ട്. നാം കയ്യും കെട്ടിയിരിക്കുവാനായിട്ടല്ല. ദൈവം തുടങ്ങി ദൈവം അങ്ങ് തീർത്തോളും എന്ന് പറയരുത്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു പങ്ക് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചെയ്യുന്നത്, ദൈവം തൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതി തരുന്നു. God is writing his laws in our hearts and minds. ഹൃദയത്തിലും മനസ്സിലും ദൈവം തൻ്റെ കൽപ്പനകളെ, വചനങ്ങളെ എഴുതി തരികയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ നാം യേശുവിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ എഴുതി തരുന്നു എന്ന് കാണാൻ സാധിക്കും. ആ വചനം കൂടെ വായിക്കാം. എബ്രായർ 8-ാം അധ്യായം 10-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് 10 വായിക്കാം. ഈ കാലത്തിന് ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന ഉടമ്പടി ഇതാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കും, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആയിരിക്കും. ഞാൻ എൻ്റെ നിയമങ്ങൾ, എൻ്റെ കൽപ്പനകൾ അവരുടെ ഹൃദയത്തിലും മനസ്സിലും എഴുതും. I will write it on their heart as well as on their minds. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഞാൻ അതിനെക്കുറിച്ചാണ്, നമുക്ക് ചെയ്യാനുള്ള ഭാഗത്തെക്കുറിച്ച് രണ്ടാമത് പറയാം. ആദ്യം
ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ, സാങ്ക്ടിഫിക്കേഷനിൽ ദൈവം തുടങ്ങി വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് വായിച്ചു കഴിഞ്ഞു. നാം ഫിലിപ്പി ലേഖനത്തിൽ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം ആ പ്രവൃത്തിയെ പൂർണ്ണമാക്കും. ദൈവം തുടങ്ങി വെച്ച വേല ദൈവം അത് പുരോഗമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. എന്നാൽ ദൈവം തന്നെയല്ല മുഴുവനും ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ വിശുദ്ധീകരണത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക്, വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇന്നും നാളെയും ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ആ പുരോഗമനമായ പ്രവർത്തികളെ കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഭാഗം എന്താണ്? ദൈവമാണ് നല്ല പ്രവൃത്തി ആരംഭിച്ചത്. വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി ദൈവം നമ്മിൽ തുടങ്ങി നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ വചനങ്ങളെ എഴുതി തന്നിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ആ വചനങ്ങൾ തന്നിരിക്കുന്നു. ഓരോ മീറ്റിങ്ങിലും വരുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? തൻ്റെ വചനത്തെ നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ശരി, ഇനി വിശുദ്ധീകരണത്തിൽ ദൈവമക്കളായ നമുക്ക് ഒരു പാർട്ടുണ്ട്, നമുക്കൊരു പങ്കാളിത്തമുണ്ട്. നമുക്ക് 2-3 വചനങ്ങൾ അതിനുവേണ്ടി വായിക്കണം. മനുഷ്യന്റെ ഭാഗം എന്താണ്? റോമർ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം നോക്കുക. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 13 വായിക്കാം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിശ്ചയമായും മരിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികൾ നിർജീവമാക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മോടാണ് ആ വചനം പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾക്ക് 2 രീതിയിൽ പ്രവർത്തിക്കാം. ആദ്യം പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച്, ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ എന്തു പറ്റും? നിങ്ങൾ ആത്യന്തികമായി നിങ്ങൾ മരിക്കും. നിങ്ങളുടെ ആത്മാവിന് മരണമുണ്ടാകും. എന്നാൽ നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. അവിടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളാണ് ആത്മാവിനാൽ പാപത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കേണ്ടത്. നമ്മുടെ മനസ്സ് അവിടെ ഉപയോഗിക്കണം. ഈ പാപകരമായ പ്രവൃത്തിക്ക് ഞാൻ അങ്ങോട്ട് നോക്കുകയില്ല, ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ദൈവമേ, ഞാൻ ദൈവവൈതലാണ്, എനിക്ക് ആ കൂട്ടത്തിൽ പോയി നിൽക്കാൻ സാധ്യമല്ല. പല കാര്യത്തിലും നാം ഒരു തീരുമാനമെടുത്ത് ദോഷകരമായ പ്രവൃത്തികളെ നാം വെറുത്ത് അതിനെ തള്ളിക്കളഞ്ഞ് ഒരു നിശ്ചയത്തോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധീകരണം എന്ന കാര്യത്തിൽ ദൈവത്തിനൊരു പങ്കുണ്ട്, മനുഷ്യരായ നമുക്ക് ഒരു പങ്കുണ്ട്. ദൈവത്തിന്റെ പങ്ക് ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് നിർവഹിക്കും. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ തികയ്ക്കും, അത് വിശ്വസിക്കാം. എന്നാൽ നമ്മുടെ പാർട്ട് നാം തിരിച്ചറിയണം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-13 വചനങ്ങൾ ബൈബിളിൽ നോക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 12 and 13. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എന്റെ സാമീപ്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ. ഇച്ഛിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും നിങ്ങളിൽ ദൈവമാണല്ലോ തിരുവുള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നത്. നോക്കുക, ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നു. ദൈവം തിരുവുള്ളം ഉണ്ടായിട്ട്, ശ്രദ്ധിക്കണമേ, ദൈവം തന്റെ മനസ്സ് വെച്ച് നിങ്ങളിൽ ഒരു നല്ല വേല ആരംഭിച്ചു. നിങ്ങളിൽ നല്ല കാര്യം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്കൊരു പാർട്ടുണ്ട്. ആദ്യം വായിച്ചത് അതാണ്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. വൈ? ബിക്കോസ് ഗാഡ് ഈസ് വർക്കിംഗ് ഇൻ യു. ഈ 2 കാര്യങ്ങളും സമരസമായി ചേർന്നു പോകണം. ദൈവം നമ്മിൽ ഒരു നല്ല വേല തുടങ്ങി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ വർക്ക് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി ദൈവം ആരംഭിച്ചു, ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം മനസ്സ് വെച്ച് രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയും മനസ്സ് വെച്ച് ചൂസ് ചെയ്ത് തെറ്റായ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞ് ശരിയായ മാർഗത്തിൽ വചനപ്രകാരം മനസ്സ് വെച്ച് നാം ജീവിക്കണം. അതിനെക്കുറിച്ചാണ് വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഭാഗമാണ് അവിടെ പറയുന്നത്. എനിക്ക് നിങ്ങൾക്കൊരു ഭാഗമുണ്ടോ? ഉണ്ട്. ദിനംപ്രതിയുള്ള ജീവിതത്തിൽ when temptations come, പ്രലോഭനങ്ങൾ വരുമ്പോൾ രക്ഷയ്ക്കായി നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങൾ മനസ്സ് വെച്ച് അതെനിക്ക് വേണ്ട, ഞാൻ ഈ വഴിയിൽ പോകുന്നില്ല എന്ന് പറയുവാനും ദൈവത്തോട് ചേർന്ന്
പ്രവർത്തിക്കുവാനും നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, രക്ഷിക്കുന്നത് ദൈവമാണ്, മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദൈവമാണ്, എനിക്കൊന്നും അറിയണ്ട എന്ന് പറയുന്നവരുണ്ട്. അതൊരു നിസ്സംഗതാ മനോഭാവമാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ദൈവം എല്ലാം അങ്ങ് ചെയ്തോളും എന്ന് പറയുന്ന അതൊരു മൗഢ്യമായ ചിന്തയാണ്. ബൈബിളിൽ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. മറ്റൊരു വചനം ശ്രദ്ധിക്കുക, ഈ കാര്യം ഉറപ്പിച്ചു പറയുന്ന ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വചനമാണത്. 2 Corinthians chapter 7 verse 1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ നിർമ്മലരാക്കി ദൈവഭയത്തിൽ വിശുദ്ധി പൂർണ്ണമാക്കുക. നോക്കുക, അവിടെ എന്താ പറയുന്നത്? പ്രിയമുള്ളവരെ, നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, പ്രോമിസസ് ഉണ്ട്. അതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും എല്ലാ ദോഷങ്ങളും തിന്മകളും നിങ്ങൾ ദൂരീകരിച്ചു കളയുക. യു കീപ് അവേ ഫ്രം ദോസ് തിങ്സ്. സകല കന്മഷങ്ങളെയും നിങ്ങൾ മാറ്റിക്കളയണം. നിങ്ങൾ അതിന് മനസ്സ് വയ്ക്കണം. അപ്ലൈ യുവർ മൈൻഡ്സ്, മേക്ക് എ ഡിസിഷൻ, മേക്ക് എ ചോയ്സ്. പ്രിയപ്പെട്ടവരെ, ദോഷകരമായ വഴികളെ വിട്ട് വിശുദ്ധമായി ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും വേണം. നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ഈ വളർച്ച, ഈ ട്രാൻസ്ഫോർമേഷൻ ചിലരുടെ കാര്യത്തിൽ വളരെ സ്ലോ ആയിട്ടാണ് സംഭവിക്കുന്നത്, ചിലരുടെ കാര്യത്തിൽ സ്പീഡായിട്ട് സംഭവിക്കുന്നുണ്ട്. എന്താണ് വ്യത്യാസം? ചിലര് ഒരു 30 വർഷം കഴിഞ്ഞാലും ആത്മീയമായി വലിയ പുരോഗതിയൊന്നുമില്ല. ചിലരെ സംബന്ധിച്ച് ഒരു 10 വർഷം ആകുമ്പോഴത്തേക്ക്, രക്ഷിക്കപ്പെട്ട് 10 വർഷം ആകുമ്പോഴത്തേക്ക് അവർ വളരെ ദൈവഭക്തിയിൽ, ദൈവഭയത്തിൽ വളരെ മുൻപിലാണ്. അവർ ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നു, വിശുദ്ധമായിട്ട് ജീവിക്കുന്നു, പ്രലോഭനങ്ങളെ ഒഴിഞ്ഞ് പവിത്രമായി ജീവിക്കുന്നു. എന്താണ് ഈ വ്യത്യാസം? അവർ കുറച്ചുകൂടെ അയഞ്ഞ മനസ്സുള്ളവരാ. നിങ്ങൾ ആരും അങ്ങനെ ആകരുത്. മീറ്റിങ്ങിനൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കയറിയിരിക്കുക, എന്തെങ്കിലും കേട്ടേച്ച് പോവുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ സംബന്ധിച്ച് അവരുടെ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം വളരെ സ്ലോ ആയിരിക്കും. എന്നാൽ നല്ല മനസ്സോടെ, കമ്മിറ്റ്മെന്റോടെ, ദൈവത്തിന് വേണ്ടി മനസ്സ് വെച്ച്, എനിക്ക് മീറ്റിങ്ങിൽ പോകണം, നേരത്തെ അവിടെ ചെല്ലണം, വചനം കേൾക്കണം, പങ്കാളിയാകണം, എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഞാൻ നേരത്തെ പോകണമെന്ന് ആഗ്രഹിച്ച് പൂർണ്ണ മനസ്സോടെ സഹകരിക്കുന്ന ആളുകളുമുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ വിശുദ്ധീകരണം കുറച്ചുകൂടെ വേഗത്തിൽ, സ്പീഡായിട്ട് നടക്കും. ചിലരെ സംബന്ധിച്ച് അവർ കാര്യങ്ങളെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്ത് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് നല്ലൊരു വളർച്ച കൊടുക്കും. ഞാൻ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പ്രിയ സഹോദര സഹോദരി, ഹൗ ഡു യു റെസ്പോണ്ട് ടു ഗാഡ്സ് വേർഡ്? ദൈവവചനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? അയഞ്ഞ മനോഭാവത്തോടെ ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ വളർച്ച വളരെ സാവകാശമായിരിക്കും. ദൈവം നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ആ നല്ല അളവിലേക്ക് നാം വളർന്നു വരേണ്ടത് ആവശ്യമാണ്. ഇരുമ്പ് ഉലയിൽ വെച്ച് പഴുപ്പിച്ച് കൊല്ലന്റെ ആലയിൽ അത് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കാലത്ത് ഇവിടെ ഒന്നും ഇല്ല. ഞാനത് കണ്ടിട്ടുണ്ട്. ആ ഉലയിൽ വെച്ച് അവർ അതിന്റെ തീയൊക്കെ ഊതി ഊതി കത്തിച്ചിട്ട് കുറെ കഴിയുമ്പോൾ ഇരുമ്പ് റെഡ് ഹോട്ട് ആകും. ഇരുമ്പ് കഷ്ണം നല്ല ചുവന്ന് തിളങ്ങും, ഇങ്ങനെ പഴുത്തിരിക്കും. ഉടനെ അതെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് അതിനെ അടിച്ച് വളച്ച് പല ഷേപ്പിലാക്കി കത്തിയാക്കാനും ഒരു വെട്ടോത്തി ഉണ്ടാക്കാനും അല്ലെങ്കിൽ തൂമ്പ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. ഈ ഇരുമ്പ് തീയിൽ കിടക്കുമ്പോൾ അതിന് രൂപാന്തരം ഉണ്ടാകാൻ എളുപ്പമാണ്. അതിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ വളരെ എളുപ്പമാണ്. ദൈവം നമ്മെ പലപ്പോഴും പ്രതിസന്ധികളിലൊക്കെ ആക്കുന്നത് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നാം അതിന് വിധേയരാകുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയ ഫലപ്രദമായി മുമ്പോട്ട് വരുന്നത് എന്നും കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു സമർപ്പിതയായ ഒരു വിശ്വാസിയായിരിക്കുക, ഒരു ശിഷ്യനായിരിക്കുക. ബി എ കമ്മിറ്റഡ് ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ശിഷ്യത്വം എന്ന കാര്യത്തിന് നമ്മുടെ സാങ്ക്ടിഫിക്കേഷനിൽ, വിശുദ്ധീകരണത്തിൽ വളരെ കാര്യങ്ങളുണ്ട്. നാമൊക്കെ യേശുവിനെ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചപ്പോൾ ദൈവം നമ്മെ തൻ്റെ സ്കൂളിൽ ശിഷ്യന്മാരാക്കി അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ ശിക്ഷണം, ഡിസൈപ്പിൾഷിപ്പ് ശരിയായിട്ട് നടക്കണമെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ അതിനുള്ള വില കൊടുക്കുവാനും അതിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ വ്യവസ്ഥകൾ നാം പാലിക്കുവാനും മനസ്സ് വെക്കേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ എന്ന് ഞാൻ ചോദിക്കട്ടെ. വിച്ച് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്? നമുക്കൊരു വേദഭാഗം
വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 26 27 വാക്യങ്ങൾ വായിക്കാം. ലൂക്ക് 14:26 and 27. ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ശിഷ്യനായിരിക്കാനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഈ രണ്ട് വചനങ്ങളിൽ യേശു 2 വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ വെറുക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ശിഷ്യനായിരിക്കാൻ സാധിക്കൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്തിലുള്ള ബന്ധുമിത്രാദികളെ യേശുവിനേക്കാൾ അധികം സ്നേഹിക്കാത്ത അളവിൽ അവരെ 2ാം സ്ഥാനത്ത് കാണുവാൻ നമുക്ക് ഇടയാകണം. ക്രിസ്തുവിന്റെ മാർഗത്തിൽ പോകുന്നതിൽ നിന്ന് ഈ പറഞ്ഞ ആരെങ്കിലും നിങ്ങളെ തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ അവരെ അല്പമായി വെറുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അവര് പറയുന്നതിനേക്കാളും ക്രിസ്തു പറയുന്നതിന് മുൻതൂക്കം കൊടുക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ദൈവമേ, എന്റെ ബന്ധുമിത്രാദികളെക്കാളും യേശുവിനെ സ്നേഹിപ്പാനും അവിടുത്തെ കൽപ്പനകളെ വിലമതിപ്പാനും എനിക്ക് കൃപ നൽകണമേ. എനിക്കത് അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട്. 2ാമത്തെ കാര്യം, സ്വന്തം ജീവനെയും കൂടെ വെറുക്കണം എന്ന് പറയുന്നു. അതിനിടയ്ക്കുള്ള കൊച്ചു വാക്കാണ്. സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കണം. അത് 2ാമത്തെ വ്യവസ്ഥയാണ്. സ്വന്തം ജീവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വയം, നമ്മുടെ സ്വന്തം ഇച്ഛാശക്തിയും ഞാൻ എന്ന എൻ്റെ ആളത്വവും, മൈ വിൽ, മൈ നെയിം, മൈ ഈഗോ, അതിനെക്കുറിച്ച് പലപ്പോഴും നാം ഈ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ കുറയണം, യേശുക്രിസ്തു വളരണം. എൻ്റെ സ്വയമല്ല ദൈവമേ, യേശുവിൻ്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. ഞാൻ മറഞ്ഞിരിക്കട്ടെ, ക്രിസ്തു എന്നിൽ വളരട്ടെ. എൻ്റെ സ്വന്തം ജീവനെയും എൻ്റെ സ്വന്തം അഭിമാനത്തെയും മാന്യതയും വെറുത്തുകൊണ്ട് ക്രിസ്തുവിന് 1ാം സ്ഥാനം കൊടുക്കുന്നതാണ് ശിഷ്യനാകുന്നതിന്റെ വ്യവസ്ഥ. 3ാമത്തെ വ്യവസ്ഥ അത് അതിന്റെ 33-ാം വാക്യത്തിലുണ്ട്. വേഴ്സ് 33 വായിക്കാം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുവാൻ, അത് ഭൗതികമായ സ്വത്തിനെയും ഒക്കെയാണ്. വീട്, വസ്തു, അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകിയ ഭൗതികമായ നന്മകളും അനുഗ്രഹങ്ങളും, ഇതിനോടൊക്കെ നമ്മുടെ മനസ്സ് ഒട്ടിപ്പിടിച്ച് ഇരിക്കരുത്. Our hearts must be kept away from these possessions. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറേയൊക്കെ സ്വത്തും കാര്യങ്ങളും പണവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ദൈവം തന്നിട്ടില്ലേ? ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സ് അതിനോട് ചേർന്നിരിക്കരുത്, ഒട്ടിപ്പിടിക്കരുത്. അതൊക്കെ പോയാലും വന്നാലും ഞാൻ കർത്താവിനുള്ളവനാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുവാൻ നമുക്ക് ഇടയാകണം. യേശു പറഞ്ഞു, ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുവാൻ മനസ്സ് ഉണ്ടായിരിക്കണം. ഇന്ന് രാവിലെ ഹൃദയം പരിശോധിക്കുക. ധനനഷ്ടം, ധനലാഭം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അമിതമായ ദുഃഖമോ അമിതമായ സന്തോഷമോ ഉണ്ടാകുന്നുണ്ടോ? ദൈവമേ, ഇതൊന്നും ഇല്ല. അവിടുന്ന് തന്നതിനായിട്ട് സ്തോത്രം, അവിടുന്ന് തിരികെ എടുത്തതിനായിട്ട് സ്തോത്രം, എല്ലാറ്റിനായിട്ടും നന്ദി പറയാം. എങ്ങനെ വിശുദ്ധീകരണത്തിൽ നമുക്ക് പുരോഗതി പ്രാപിക്കാം? അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സമർപ്പിതനായ ഒരു ശിഷ്യനായിരിക്കണം, കമ്മിറ്റഡ് ഡിസൈപ്പിൾ ആയിരിക്കണം. 2ാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെയും കൽപ്പനകളെയും പൂർണ്ണ മനസ്സോടെ അനുസരിക്കുന്നവർ ആകണം. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗം എന്ന് അതിനെ വിളിക്കാറുണ്ട്. പഹാഡി ഉപദേശ് എന്ന് പറയാറുണ്ട്. ഈ അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. അപ്പോൾ ദൈവമക്കളായ നാം സ്വീകരിക്കേണ്ട നല്ല സ്വഭാവങ്ങളെക്കുറിച്ചും ഉപേക്ഷിച്ച് കളയേണ്ട ചീത്ത സ്വഭാവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. കുറഞ്ഞ പക്ഷം ഒരു 10 ദോഷകരമായ സ്വഭാവങ്ങളെക്കുറിച്ച് യേശു പ്രതിപാദിക്കുന്നു. അവയെ നാം വിട്ടുമാറണമെന്നാണ് കർത്താവ് പറയുന്നത്. എന്താണ് ഒന്നാമത്തേത്? കോപം, അത് കൊലപാതകത്തിന് തുല്യമാണ് എന്ന് യേശു പഠിപ്പിച്ചു. ആങ്കർ ഈസ് ഈക്വലന്റ് ടു മർഡർ. അത് എല്ലാ കോപ സ്വഭാവവും ദൈവമക്കൾ ഉപേക്ഷിച്ച് കളയണം. ഇടയ്ക്കിടയ്ക്ക് കോപിക്കുന്ന സ്വഭാവം ഇപ്പോഴും ഉണ്ടോ? ദേഷ്യം വരാറുണ്ടോ? അത് കൊലപാതകമാണ്. അതിനെക്കുറിച്ച് നാം ലജ്ജിക്കണം. ദൈവമേ, ഇത് മോശമാണ്, എനിക്കിത് വേണ്ട, ഞാൻ ഇനി കോപിക്കുകയില്ല. 2ാമത് യേശു പറഞ്ഞു, മോഹദൃഷ്ടിയോടെ നോക്കുന്നത്, സ്ത്രീയെ നോക്കുന്നത് വ്യഭിചാരത്തിന് തുല്യമാണ്. ലുക്കിംഗ് അറ്റ് എ വുമൺ വിത്ത് ലസ്റ്റ്ഫുൾ ഐസ്
ഈസ് ഈക്വലൻ ടു കമ്മിറ്റിംഗ് അഡൾട്ടറി. കണ്ണിന്റെ ദുർമോഹങ്ങളെ, ദുരാസക്തികളെ ദൂരീകരിച്ച് പവിത്രമായി ജീവിക്കുവാൻ നാം മനസ്സ് വെക്കണം. അത് ശാപകരമായ ഒരു കാര്യമാണ്. ലസ്റ്റ്ഫുൾ ഐസ്. മൂന്നാമത് യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാത്തരം ഭോഷ്കും വ്യാജവും കള്ളവും വളഞ്ഞ വഴികളും ശാപകരമാണ്. അത് യേശു വിലക്കിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ കൽപ്പന നിങ്ങൾ സത്യം സംസാരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. പിന്നെ യേശു പറഞ്ഞു, നിങ്ങൾ ആരോടും പ്രതികാര ബുദ്ധിയുള്ളവർ ആയിരിക്കരുത്. റിവെഞ്ച് അത് ശാപകരമായ സ്വഭാവമാണ്. പിന്നെ യേശു പറഞ്ഞു, നിങ്ങൾക്ക് ആരോടും വിരോധം ഉണ്ടായിരിക്കരുത്. നോ ഹേറ്റ്രഡ്. ദൈവം നല്ലവർക്കും ദുഷ്ടന്മാർക്കും മഴ കൊടുക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ആരോടും വിരോധവും പിണക്കവും ഉണ്ടാകരുത്. അത് പൈശാചികമായ സ്വഭാവമാണ്. അത് യേശു വിലക്കിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ കൽപ്പനകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ക്രിസ്തു വിലക്കിയ, നമുക്ക് വിലക്കപ്പെട്ട കൽപ്പനകളെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനുശേഷം യേശു പറഞ്ഞു, മനുഷ്യരുടെ ബഹുമാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. ലിവ് ബിഫോർ ഗാഡ്. ദൈവം മുമ്പാകെ ജീവിക്കുക. മനുഷ്യരുടെ മാന്യതയും നല്ല അഭിപ്രായവും നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ട പരസ്യമായി. അതിനുവേണ്ടി നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാനൊന്നും പോകണ്ട. അതിനുവേണ്ടി ഉപവാസം ഇരിക്കണ്ട. നാട്ടുകാർ കാണാൻ വേണ്ടിയാണെങ്കിൽ ഒന്നും ചെയ്യരുത്. മറ്റുള്ളവരുടെ കണ്ണിൽ അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇതൊന്നും ചെയ്യരുത്. ദൈവമേ, ആളുകളുടെ മുമ്പിലല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അതിനുശേഷം യേശു പറഞ്ഞു, ശാപകരമായ ഒരു കാര്യം യേശു പ്രാർത്ഥനയുടെ വിഷയത്തിനിടയ്ക്ക് കയറ്റി പറഞ്ഞു. മനുഷ്യരോട് അവരുടെ തെറ്റുകളെ നിങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ ദൈവം നിങ്ങളുടെ തെറ്റുകളെ നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് അന്യരോട് ക്ഷമിച്ചു കൊടുക്കുന്ന കാര്യം, അവർ നിങ്ങൾക്കെതിരായി ചെയ്ത ദോഷങ്ങളെ പൂർണ്ണമായും ദൈവമക്കൾ ക്ഷമിച്ചു കൊടുക്കണം. ഞാൻ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. സാങ്ക്ടിഫിക്കേഷന്റെ ഒരു ഘടകമാണിത്. ഫോർഗീവ് ഓൾ പീപ്പിൾ. നിങ്ങൾ ആരോടെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ക്ഷമിക്കാതിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്ന് യേശു ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നരകത്തിൽ പോകാനുള്ള വഴിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ബന്ധുക്കളോടോ, സഹോദരി സഹോദരന്മാരോടോ, മക്കളോടോ, അമ്മയപ്പന്മാരോടോ, ഭർത്താവിനോടോ, ഭാര്യയോടോ, അമ്മാവിയപ്പനോടോ, അമ്മാവിയമ്മയോടോ, അയൽക്കാരോടോ, ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടോ? അവർ ചെയ്ത തെറ്റായിരിക്കും, അവർ ദോഷം ചെയ്ത് കാണും, പറഞ്ഞു കാണും. നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇതൊക്കെയും വിശുദ്ധീകരണത്തിന് തടസ്സമാണ്. ക്ഷമിച്ചു കൊടുക്കണം. എല്ലാവരോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ആരോടും എനിക്ക് ഒന്നും ക്ഷമിക്കാനില്ല. അതിനുശേഷം യേശു പറഞ്ഞു, നിങ്ങൾ നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ കാര്യമൊക്കെ ദൈവം നടത്തും. അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. മറ്റുള്ളവരെ വിധിക്കരുത്. വിധിച്ച് അവരെ കണ്ടം ചെയ്യരുത്. ശിക്ഷാവിധി കൊടുക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ യേശു പഠിപ്പിച്ചു. 10ഓളം കാര്യങ്ങൾ യേശു വിലക്കി സംസാരിച്ചു. നിങ്ങൾക്ക് ഇതൊന്നും പാടില്ല. യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം വചനം വായിക്കാം. 1 John chapter 2 verse 6 വായിക്കാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ, ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നവർ എന്തു ചെയ്യണം? യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. അതാണ് നമ്മുടെ മാതൃക. ബി ക്രൈസ്റ്റ് ലൈക്ക് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി, മനോഭാവം എല്ലാം ക്രിസ്തുവിൻ്റേതുപോലെ ആകട്ടെ. യേശുവേ, അതെന്നെ കാണിച്ചു തരണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് മുമ്പോട്ട് നടത്തും. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം, അതിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1, ഒരു സമർപ്പിതനായ ശിഷ്യനോ ശിഷ്യയോ ആയിരിക്കുക. 2, ക്രിസ്തുവിന്റെ വചനങ്ങളെ അനുസരിക്കുക. 3, ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും മുഖ്യത്വം കൊടുക്കുക. ഇത് വളരെ ആവശ്യമാണ്. ഗോഡ്സ് വേർഡ് ആൻഡ് പ്രയർ. വിശുദ്ധീകരണത്തിന് ഇതില്ലാതെ സാധ്യമല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 41, 42 വാക്യങ്ങൾ വായിക്കാം. ആക്ട്സ് chapter 2 verses 41 and 42. ആദിമ വിശ്വാസികളെ കുറിച്ചാണ്. അവർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് വായിക്കാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് ഏകദേശം 3000 ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കലിനും പ്രാർത്ഥനയ്ക്കും തങ്ങളെ തന്നെ സമർപ്പിച്ചു പോന്നു. ഇവർ ആദിമ വിശ്വാസികൾ. അവരുടെ കയ്യിൽ നമ്മുടെ കയ്യിലുള്ളതുപോലെ ഒരു ബൈബിളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഒരുമിച്ച് കൂടി ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അവർ കേട്ട് മനസ്സിലാക്കി.
ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, അപ്പം നുറുക്കി, ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ച് അവർ മുമ്പോട്ട് പോയി. ഈ ആത്മീയ കൂട്ടായ്മ, പ്രിയപ്പെട്ടവരെ, വളരെ മുഖ്യമായ വിഷയമാണ്. സ്പിരിച്വൽ ഫെലോഷിപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചില ആളുകൾ കൂട്ടായ്മയെ ഉപേക്ഷയായി വിചാരിക്കുന്നവരുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നാം ഒരു ഭാഗത്ത് വായിക്കുന്നു, സകല വിശുദ്ധന്മാരോടും കൂടെയാണ് ദൈവസ്നേഹത്തിന്റെ നീളവും ഉയരവും ആഴവും എല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരു വിശുദ്ധമായി ജീവിക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന് ഞാൻ പറയുന്നു. നമുക്ക് ആത്മീയ കൂട്ടായ്മ ആവശ്യമാണ്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, എബ്രായർ 10-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളിൽ നമ്മുടെ ആത്മീയ കൂട്ടായ്മകളെ കുറിച്ചാണ് പറയുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 24 and 25 നമുക്ക് എടുക്കാം, വായിക്കാം. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ പരസ്പരം തീക്ഷ്ണത കാണിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ പരസ്പരം പ്രബോധിപ്പിക്കാം. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഓക്കെ, എനിക്ക് മറ്റുള്ളവരുടെ ഉപദേശവും വചനവും അവരുടെ ജീവിതവും ആവശ്യമാണ്. എനിക്ക് അവരെ കാണണം, അവരുമായിട്ട് സംസാരിക്കണം. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി കരുതരുത്. മീറ്റിങ്ങുകളെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കണം. നിവൃത്തി ഉണ്ടെങ്കിൽ ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ, പ്രാർത്ഥന യോഗങ്ങൾ മുടക്കരുത്. കൂട്ടായ്മകളെ വിലമതിക്കാഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാകാൻ വലിയ പ്രയാസമാണ്. തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ദൈവകൃപ വർത്തമാനകാലത്തിൽ എന്താണ് ചെയ്യുന്നത്? ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സസ് 12 and 13. അഭക്തിയും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാനും അത് നമ്മെ ഉപദേശിക്കുന്നു. മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായും അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായും നാം കാത്തിരിക്കുന്നു. ഓക്കെ, ദൈവകൃപ ഇതാണ് ചെയ്യുന്നത്. പ്രപഞ്ചമോഹങ്ങളെയും ദൈവഭയമില്ലാത്ത ഭക്തികെട്ട അവസ്ഥയെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് ദൈവഭക്തിയോടെ വിശുദ്ധമായി ജീവിക്കുവാൻ ദൈവകൃപ ഓരോരുത്തരെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, ശിക്ഷിച്ച് വളർത്തുന്നു. ഇതിനാണ് സാങ്ക്ടിഫൈങ് ഗ്രേസ്, നമ്മെ വിശുദ്ധീകരിക്കുന്ന കൃപ എന്ന് പറയുന്നത്. കൃപയുടെ വർത്തമാനകാലം നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്ന ആ കൃപയെക്കുറിച്ചാണ് നാം കാണുന്നത്. ഒരു വൃക്ഷം വളരെ സ്ലോ ആയിട്ടാണ് വളരുന്നത്. ഒരു വൃക്ഷം വളരുന്നത് നോക്കിയിരുന്നാൽ കാണാൻ പറ്റുമോ? ഒരു വൃക്ഷം, ഒരു മാവോ പ്ലാവോ നട്ടാൽ അത് നോക്കിയിരുന്നാൽ വളരുന്നത് കാണാൻ പറ്റുകയില്ല. പക്ഷേ 1-2 മാസം കഴിയുമ്പോൾ അത് വളർന്നതായിട്ട് കാണാൻ സാധിക്കും. ദൈവമക്കളായ നമ്മുടെ ആത്മീയ ജീവിതവും ഇങ്ങനെയാണ്. അത് സമയമെടുത്ത് കാലയളവ് കഴിയുമ്പോൾ, കുറെ കാലങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നാം ആത്മീയമായിട്ട് വളർന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ നാം അതിന് വില കൊടുക്കണം. ഇന്ന് കേട്ടതുപോലെ ദൈവവചനമായ ബൈബിളും പ്രാർത്ഥനയും ആത്മീയ കൂട്ടായ്മയും പ്രാർത്ഥനകൾ, ഒരുമിച്ചുള്ള ഫെലോഷിപ്പും ഒക്കെ വിലമതിച്ച് കർത്താവിനോട് അടുത്തിരുന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് നാം ആ രീതിയിൽ വളരെ ക്ഷമയോടെ സഹനത്തോടെ ജീവിക്കുമ്പോൾ ദൈവം വലിയൊരു പ്രവൃത്തി നമ്മൾ ചെയ്യും. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം യേശുക്രിസ്തുവിന്റെ നാൾ വരെയും മടങ്ങിവരവരെയും ആ നല്ല പ്രവൃത്തിയെ മുമ്പോട്ട് കൊണ്ടുപോകും. അത് നമുക്ക് വിശ്വസിക്കാം. കർത്താവെ, അവിടെ നിന്നിൽ ആരംഭിച്ച പ്രവൃത്തി അവിടുന്ന് തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകും. ഞാനത് വിശ്വസിക്കുന്നു എന്ന് ദൈവത്തോട് ഏറ്റു പറയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.